ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ പറയുമ്പോൾ പ്രോഗ്രഷൻ്റെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ എങ്ങനെ ഒരു പ്ലെയറിനെ സ്പെഷ്യലായിട്ട് കസ്റ്റമൈസ് ചെയ്യാം, എങ്ങനെ ഒരു പ്ലെയറിന് സ്പെഷ്യൽ പ്രോഗ്രഷൻ കൊടുക്കാം. ഇപ്പോൾ പല യൂട്യൂബ് വീഡിയോസിനിടയിലും കാണാൻ പറ്റും പ്രോഗ്രഷൻ ചോദിച്ചിട്ടുള്ള കമൻറ്റ്സ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഗെയിം പ്ലേ ഇടുമ്പോഴും റിവ്യൂ ഇടുമ്പോഴും ഒരു പെർട്ടിക്കുലർ പ്ലെയർ എന്ത് ചെയ്യും, ടോപ്പ് പെർഫോമൻസ് അല്ലെങ്കിൽ നല്ല രീതിയിൽ കളിക്കുന്നുണ്ടാവും. അപ്പോൾ അത് കണ്ടിട്ടായിരിക്കും എന്ത് ചോദിക്കുന്നത് നമ്മളുടെ യൂസേഴ്സ്. അവർക്ക് ആ രീതിക്ക് കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്പെഷ്യൽ പ്രോഗ്രഷൻ തരുമെന്ന് ചോദിക്കുന്നത്. പക്ഷേ പലപ്പോഴും കിട്ടാറില്ല എന്നുള്ള സത്യം. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പാവം തോന്നാറുണ്ട് കാണുമ്പോൾ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ചോദിക്കേണ്ടി വരുന്നത് വെച്ചാൽ, സ്വന്തമായിട്ടൊരു പ്രോഗ്രഷൻ ഉണ്ടാക്കാൻ അവർക്ക് അറിയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ഒരു ടൈം, അതിൻ്റെ ഡൈനാമിക്സ് അറിയാനുണ്ടാവില്ല. ടൈം കിട്ടാത്ത പ്രശ്നമുണ്ട് ഉള്ളതാണ്. പക്ഷേ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്പെഷ്യൽ പ്രോഗ്രഷൻ ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും നല്ല കാര്യം. ആ പ്ലെയറിൻ്റെ ബെസ്റ്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ആ രീതിക്ക്. ടൈം എടുക്കുന്ന പ്രോസസ്സാണ് പലപ്പോഴും ഇത്. അപ്പോൾ എങ്ങനെ അത് നിങ്ങൾക്ക് സെറ്റാക്കാം ആ രീതിക്ക് പറയാം. പലരും ഓവറോൾ റേറ്റിംഗ് ആണ് മെയിൻ എന്ന് വെച്ചിട്ട് അങ്ങനെ ഓട്ടോ ലൊക്കേഷൻ മാത്രം കൊടുത്ത് കളിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതല്ല ചെയ്യേണ്ടത്. ഞാൻ ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചു തരാം. അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ പാറ്റോ നല്ല സ്പീഡ് കളിക്കുന്ന പ്ലെയർ, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ പുള്ളിയുടെ സ്പീഡ്, ഡ്രിബിളിങ്, ബാലൻസ് അതാണ് ഏറ്റവും അപ്പായിട്ടുള്ള ഒരു സ്റ്റാറ്റ്സ്. പക്ഷേ ഫിസിക്കൽ കൊണ്ടല്ലോ 72. ഇത് നിങ്ങളിപ്പോൾ 85 ലെവലാക്കാൻ വേണ്ടിയിട്ട് സ്പീഡ്, ആക്സലറേഷൻ, ഡ്രിബിളിംഗ് ഒക്കെ കുറച്ച് ഇവിടെ കൊടുത്താൽ പോലും പുള്ളി അത്ര പെർഫോം ചെയ്യണമെന്നില്ല. കാരണം പുള്ളിയുടെ ഡീറ്റെയിലിംഗ് അങ്ങനെയല്ല, പുള്ളിയുടെ ബിൽഡ് അങ്ങനെയല്ല. ഇനി വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ചില പ്ലേയേഴ്സ് എന്താ പറയുമ്പോൾ ഓവർ റേറ്റിംഗ് ഡിക്രീസ് ആവില്ല. അപ്പോൾ റൈക്കാർഡിൻ്റെ അടിയിൽ പാറ്റോക്ക് 105 മാക്സിമം റേറ്റിംഗ്. അപ്പോൾ അതന്നെ കിട്ടുന്നുണ്ട്. പലപ്പോഴും അങ്ങനെ തന്നെ സംഭവിക്കാറും. അപ്പോൾ ഇവിടെ നോക്കുകയാണ്, റൊണാൾഡോൻ്റെ കാര്യം പറഞ്ഞല്ലോ, 105 റേറ്റിംഗ് പോകുന്ന കാർഡാണ്. പക്ഷേ 104 ട്രെയിൻ ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ ഏരിയൽ എബിലിറ്റീസ് കുറച്ചുകൂടെ കൂടുതൽ കൊടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ 90 ഹെഡിങ് എത്തിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചിട്ട് ഫിസിക്കൽ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഹെഡിങ് ആ രീതിക്കുള്ള സ്റ്റാറ്റ്സിന് അപ്ഗ്രേഡ് കൊടുത്തു. അപ്പോൾ ഈ ഒരു പ്ലെയർ നിങ്ങളിപ്പോൾ ഫിസിക്കൽ കോണ്ടാക്റ്റ് കുറച്ച്, ഫിനിഷിങ് കുറച്ച് നേരെ 99 സ്പീഡാക്കിയാലും ഈ പ്ലെയർ സ്പീഡായിട്ട് ഓടാനൊന്നും പോകുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഡീറ്റെയിൽഡ് അങ്ങനെയാണ്. ഈ ഒരു കാർഡ് ഈ ഒരു വയസ്സിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നത്. വിങ്ങർ കാർഡൊക്കെയാണ് പിന്നെയും പറയാൻ നമുക്ക്. പക്ഷേ ഈ ഒരു വയസ്സിൽ കാർഡ് കളിച്ചത് ഈ രീതിക്കാണ്, സ്ട്രോങ് ആയിട്ട് നിന്നിട്ടാണ് കളിച്ചത്, അതുകൊണ്ട് ഓടി പറഞ്ഞിട്ടല്ല. അപ്പോൾ ആ രീതിക്കുള്ള ഡീറ്റെയിലിങ് കൊനാമി കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾ ഇത് ചെയ്യാൻ. സ്പെഷ്യൽ പ്രൊവിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ PP അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ റൈക്കാർഡിൻ്റെ കാര്യം നോക്കുക. റൈക്കാർഡ് സ്പീഡ് കുറവാണ് ആക്ച്വലി. ആങ്കർമാൻ നൈസ് എല്ലാത്തിലുള്ള സ്റ്റാറ്റ്സ്, പക്ഷേ സ്പീഡ് കുറവ്. ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ പാസിങ്ങിൻ്റെ സ്റ്റാറ്റ്സ് എടുത്ത് കുറച്ച് എന്ത് ചെയ്തു, നേരെ സ്പീഡും ആക്സലറേഷൻ കൂട്ടി. എനിക്ക് കുറച്ചുകൂടെ സ്പീഡ് വേണമെന്നുണ്ടായിരുന്നു, ആക്സലറേഷൻ വേണ്ടതായിരുന്നു. 103 പോകുന്ന കാർഡാണ് ഓട്ടോ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ. കുറച്ച് സ്പീഡിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ബാറ്ററിയുടെ സ്റ്റാറ്റ്സ് പലതും 90 എത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഹെഡിങ് സ്റ്റാറ്റ്സും കൂട്ടി, എല്ലാം കൂട്ടി. 104 മാക്സിമം ഈ ഒരു റൈക്കാർഡിന് അടിയിൽ പോവുക. പക്ഷേ 104 റേറ്റിംഗ് കിട്ടുന്നുണ്ട്, മാക്സിമം സ്റ്റാറ്റ്സും 90 അപ്പ് ആയിട്ടുണ്ട്, എല്ലാ സ്റ്റാറ്റ്സും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിക്കാണ് നിങ്ങൾ എന്ത് ചെയ്തിട്ട് ഓരോ പ്ലേയേഴ്സിൻ്റെ ബിൽഡ് മനസ്സിലാക്കി ആ രീതിക്ക് സ്പെഷ്യൽ പ്രൊവിഷൻ കൊടുക്കേണ്ടത്. ഒബാമേങ്ങിൻ്റെ ഒരു കാര്യം കൂടി പറയാൻ കേട്ടോ, അതുകൂടി പറഞ്ഞിട്ട് എക്സാമ്പിൾസ് നടത്താം. കുറേ ആവും, പക്ഷെ എന്നാലും ജസ്റ്റ് ഒബാമേങ്ങിനോട് പറഞ്ഞത് നിർത്താം. ഈ ഒരു കാർഡ് നോക്കുക നിങ്ങൾ. അപ്പോൾ ഞാൻ ആക്ച്വലി പാറ്റോൻ്റെ സബ്ബായിട്ടാണ് ഒബാമേങ് ഇറക്കുക. സബ്ബായിട്ടില്ല, പാറ്റോ ഫോമൗട്ട് ആകുമ്പോൾ ഒബാമേങ് ഇറക്കും. അങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്തിട്ടാണ് കളിക്കുന്നത്. ഒബാമേങ്ങിൻ്റെ ആക്ച്വൽ സ്റ്റാറ്റ്സ് എന്ന് പറയുമ്പോൾ ഓട്ടോ ലൊക്കേഷൻ വരുന്ന ഈ രീതിക്കാണ്. അത് നിന്ന് വ്യത്യാസമായിട്ട് എനിക്ക് എന്ത് വേണ്ടിയിരുന്നു അറിയാം, പാറ്റോൻ്റെ മാതിരി തന്നെ കളിക്കണമായിരുന്നു. അപ്പോൾ ഫിനിഷിങ്ങിൻ്റെ കുറച്ച് പോയിൻറ്റ്സ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തതുപോലെ സ്പീഡ് ആക്സലേഷൻ കുറച്ച് സ്പീഡിൻ്റെ സ്റ്റാറ്റ്സ് കുറച്ച് അപ്പാക്കി. കാരണം 88 കിക്കിംഗ് പവർ വേണമായിരുന്നു. അതുകൊണ്ട് ആക്സലേഷനാണ് മെയിനായിട്ട് പോയിൻറ്റ്സ് ഒക്കെ എടുത്തത്. സ്റ്റാമിന അത്യാവശ്യം 86 ലെവൽ കൊടുത്തിട്ട് ഫിസിക്കൽ കൊണ്ട് 82 ഉണ്ട്. അത് കുറച്ചുകൂടി നല്ല, കാരണം ഈ ബാലൻസ് പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ 86 ഉള്ളൂ. അപ്പോൾ 82 ഫിസിക് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിക്ക് ബാലൻസ് സെറ്റായിട്ട് കളിപ്പിക്കാൻ പറ്റും എന്നുള്ള രീതിക്കാണ് പ്രൊവിഷൻ കൊടുത്തത്. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ സബ് ചെയ്യുന്ന പ്ലേയേഴ്സ് ആണെങ്കിലും പകരം ഇറക്കുന്ന പ്ലേയേഴ്സ് ആണെങ്കിലും സിമിലറാണ് നോക്കുക. ഇപ്പോൾ റൊണാൾഡോ ആണെങ്കിലും പാറ്റോ സ്റ്റൂട്ട് ആണെങ്കിലും സിമിലറാണ്, പാറ്റോ ആണെങ്കിലും ഒബാമ ആണെങ്കിലും സിമിലറാണ്. ഞാൻ ഇവർ രണ്ടുപേരല്ലാണ്ട് കുറച്ചുകൂടി അറ്റാക്കിങ് കിട്ടണം രീതിക്കാണ് ഇൻസാഗിനെ ഇറക്കാറ്. അപ്പോൾ അത് ഇൻസാഗിന് എപ്പോൾ വേണോ എവിടെ വേണോ ഞാൻ ഇറക്കും. പുള്ളിന് അങ്ങനെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അത് പോട്ടെ. ഇനി നമുക്ക് നോക്കാനുള്ളത് എങ്ങനെ നിങ്ങൾ സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഒരു പ്ലെയറിൻ്റെ സ്റ്റാറ്റ്സ് എങ്ങനെ അപ്ഗ്രേഡ്. അപ്പോൾ നമുക്ക് പലപ്പോഴും ഡിഫിക്കൽട്ടാണ് ഒരു പ്ലെയറിനെ എടുത്തിട്ട് പ്രൊവിഷൻ സെറ്റ് ചെയ്ത് പിന്നെ ഓവറോൾ സ്റ്റാറ്റ്സ് പോയി നോക്കുന്നത്. അപ്പോൾ ഇതിന് പറ്റിയൊരു ആപ്പ് ഉണ്ട്, പലർക്കും അറിയാമുണ്ടാവും. ഫുട്ബോൾ ഹബ്ബ് എന്നാണ് പേര്, ഫുട്ബോൾ ഹബ്ബ്. അപ്പോൾ അത് ജസ്റ്റ് കാണിച്ചിടാം. ഇതാണ് ഫുട്ബോൾ ഹബ്ബ്. ഇത് കുറച്ച് ക്രോപ്ഡ് ആയിട്ടുണ്ട്, നിങ്ങൾ വീഡിയോയിൽ കാണാം. കാരണം പ്ലെയറിൻ്റെ ഒന്ന് സൂം ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, സ്റ്റാറ്റ്സ് അപ്ഗ്രേഡ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. എക്സാമ്പിൾ നമുക്ക് ക്ലോസേനെയും ഗോഡ്സേനെയും എല്ലാവരെങ്കിലും കാണിച്ചിടാം. അപ്പോൾ ഇത് മൺഡേ പാക്കൊക്കെ ഇതിൽ കാണാൻ പറ്റും. ഈ ആപ്പ് കുറച്ചുകൂടി അടിപൊളി ആപ്പാണ്. ഞാൻ പ്രൊമോഷൻ പോലും ചെയ്യാത്തതുകൊണ്ട് അത് കാണിക്കുന്നില്ല.
ഇതാണ് നമ്മുടെ മൺഡേ പാക്ക്, ഓവന്, ഗ്രാവിറ്റ്സ് പറ്റിയിട്ടൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് എന്ത് ചെയ്യാലോ, ക്ലോസൻ എടുക്കാം. ക്ലോസൻ്റെ സ്റ്റാറ്റ്സ് നോക്കിയാൽ മാക്സ് ലെവലിൽ കാണാൻ പറ്റും. മാക്സും റീസ്റ്റാർട്ടൊക്കെ ചെയ്യാം നമുക്ക്. 88 സ്പീഡ്, 95, 97 രീതിക്ക് ഫിനിഷിങ്, ആ രീതിക്കൊക്കെ വരുന്നത്. അപ്പം ഇത് നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ പറ്റും. ഇത്രയും സംഭവമൊന്നും ഗെയിമിൻ്റെ ഒരു മെക്കാനിക്സ് അനുസരിച്ച് വേണമെന്നില്ല. അപ്പോൾ കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. ബോൾ കൺട്രോളൊക്കെ ആണെങ്കിലും ഭയങ്കര കുറവാണ് ബോൾ കൺട്രോൾ, ഡ്രിബിളിങ് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ 80 ലെവലെങ്കിലും വേണം. സ്ട്രോങ് CF ആണ് പുള്ളി. അപ്പോൾ 80 ലെവൽ ബാലൻസ്, 80 ലെവൽ ഡ്രിബിളിങ് സ്റ്റാറ്റ്സൊക്കെ കൊടുത്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാറോ, റീസെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലെവൽ 1 രീതിക്ക് കിട്ടുക. തീരെ ട്രെയിൻഡ് ആയിരിക്കില്ല, എല്ലാ പ്രൊഫഷൻ പോയിൻറ്റ്സും അവിടെ ഉണ്ടാവും. അപ്പോൾ റീസെറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാറോ, നമ്മുടെ സ്പീഡാണ് ഞാൻ ഫസ്റ്റ് എല്ലാ പ്ലേയേഴ്സും നോക്കാറ്. അപ്പോൾ സ്പീഡ് ഒരു 90 ലെവലിലേക്ക്, സ്ട്രോങ് CF ആകുമ്പോൾ ഞാൻ പറയും 90 ലെവൽ സ്പീഡ് മതി, ധാരാളമാണ്. അവരുടെ സ്റ്റൈൽ അങ്ങനെയാണ്. അപ്പോൾ ആക്സലറേഷൻ ഒരു 90 ലെവൽ കൊടുക്കുക. പ്രോബബിളി ഇവർക്ക് അവയർനെസ്സും കൂടുതൽ 95 ലെവലൊക്കെ കിട്ടും സ്ട്രോങ് പ്ലേയേഴ്സിന്. അപ്പോൾ ഈ രീതി കൊടുക്കുക. ബാലൻസ് ഒരു 80 ലെവൽ കൊടുക്കുക. ഫിനിഷിങ് അത്യാവശ്യം ഒരു 92, 90 ലെവൽ കൊടുക്കുക. ഹെഡറാണ് ഈ ഒരു കാർഡിന് മെയിനായിട്ട് വരുന്നത്. സ്ട്രോങ് CF ആകുമ്പോൾ ഏരിയൽ സ്റ്റാറ്റ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അതൊക്കെ 90 ലെവലാക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡ്രിബിളിങ് സ്റ്റാറ്റ്സിൽ ഞാൻ പറഞ്ഞുകൊണ്ട് 80 ആക്കി കൊടുക്കുക. ഇനി ബാക്കി കുറേ പ്രോഗ്രഷൻ പോയിൻറ്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താ പറയുക, ഫിനിഷിങ്ങിൻ്റെ പ്രോഗ്രഷൻ വേണം അപ്പാക്കുക, അല്ലെ ആക്സലറേഷൻ കൊടുക്കാം. ഈ രീതിക്കാണ് സ്ട്രോങ് പ്ലേയേഴ്സിൻ്റെ സ്റ്റാറ്റ്സ് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പം മെജോറിറ്റി ഓഫ് പ്ലേയേഴ്സിനും അവരുടെ ആ ഒരു മാനേജറിൻ്റെ ഇടയിലുള്ള റേറ്റിംഗ് മാക്സിമൈസ് ചെയ്ത് കിട്ടും. ഇപ്പോൾ ഇവിടെ ക്ലോസൊക്കെ 105 മാക്സിമം റേറ്റിംഗ് അണ്ടർ റീകാർഡ്. പുള്ളിക്ക് 105 കിട്ടുന്നുണ്ട്. പക്ഷേ ബെറ്റർ സ്റ്റാറ്റ്സാണ്, ബെറ്റർ പെർഫോമൻസ് ആയിരിക്കും ഇൻ ഗെയിമിൽ വരിക. ഞാൻ 100% പറയാം. അപ്പോൾ ബെറ്റർ പെർഫോമൻസ് ആയിരിക്കും കമ്പയറിങ് ടു ഓട്ടോ ലൊക്കേഷൻ. പലർക്കും പല രീതിക്കേക്കും ട്രെയിൻ ചെയ്യേണ്ടത്. പക്ഷേ എന്തായാലും ഓട്ടോ ലൊക്കേഷനെക്കാട്ടും ബെറ്ററാണ് ഇങ്ങനെ ചെയ്യുന്ന പ്രോഗ്രഷൻസ്. അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. അടുത്തത് എംബാപ്പേനെ പോലത്തെ ഒരു സ്പീഡി പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇങ്ങനത്തെ എപ്പിക്ക് ഷോട്ടിങ് കാർഡ്സിനൊക്കെ ചിലതിൽ ഓട്ടോ ലൊക്കേഷൻ സൂപ്പർ ആയിരിക്കും. പക്ഷേ നിങ്ങളിത് കുറച്ചും ബെറ്റർ ആക്കാൻ പറ്റുമോ സ്റ്റാറ്റ്സ് നോക്കുക. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് സ്പീഡി പ്ലെയർ ആണല്ലോ, അപ്പം ഇതിനൊരു ലോ സ്ക്രീമർ സ്കില്ലും ഉണ്ട്. അപ്പോൾ കിക്കിംഗ് പവർ അത്യാവശ്യം അഡ്വാൻറ്റേജ് കിട്ടും നമുക്ക്. അപ്പോൾ ഫസ്റ്റ് സ്പീഡ് ആക്സലറേഷൻ പ്രയോറിറ്റി കൊടുക്കുക. സ്പീഡ് കൂട്ടുമ്പോൾ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും 88, 89 രീതിക്ക് സ്റ്റാമിനയും കാണാൻ പറ്റും. അപ്പോൾ അത് 90 ആക്കാൻ പറ്റും, അത് 90 ആക്കുക. അതുപോലെ സ്പീഡി പ്ലേയേഴ്സിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വേറെ കാര്യമാണ് ബോൾ കൺട്രോളും ഡ്രിബിളിങ്ങും ടൈറ്റ് പൊസിഷനും. ഇപ്പോൾ 85 രീതിക്ക് ടൈറ്റ് പൊസിഷൻ വന്നാലും കുഴപ്പമില്ല. പക്ഷേ 90 ലെവലിൽ എന്ത് ചെയ്യണം, ബോൾ കൺട്രോൾ ഡ്രിബിളിങ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഫിനിഷിങ് ഒരു 93 ലെവൽ കൊടുക്കുക. ഒരു കേള് 80 ലെവലിൽ കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലതാണ്. 79, 78 നിൽക്കുകയാണെങ്കിൽ 80 ആയി കൊടുക്കുക. അതുപോലെ ഫിസിക്ക് 78 നിൽക്കുകയാണെങ്കിൽ 80 ആയി കൊടുക്കുക. ഇംബാപ്പനെ പോലത്തെ പ്ലേയേഴ്സൊക്കെ അങ്ങനെയാണ്. കാരണം ബാലൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. 90 ബാലൻസ് സൂപ്പർ, അതിൻ്റെ കൂടെ കുറച്ച് ഫിസിക് കൂടെ ഉണ്ടെങ്കിൽ അതിനും അടിപൊളിയാവും. അപ്പോൾ ആ രീതിക്ക് പ്രൊഫഷൻ പോയിൻറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള പ്രൊഫഷൻ പോയിൻറ്റ്സ് എവിടെയാണ് അപ്ഗ്രേഡ് ആക്കേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. പക്ഷേ ഈ സ്റ്റാറ്റ്സൊക്കെ 90 മീറ്റ് ചെയ്യുന്നുണ്ടോ സ്പീഡ് പ്ലേയേഴ്സിനെ ട്രെയിൻ ചെയ്യുമ്പോൾ നോക്കുക. ഇനി നോക്കാനുള്ളത് ബ്ലിറ്റ്സ് കേളേഴ്സിനൊക്കെ നോക്കാം കേട്ടോ. ബ്ലിറ്റ്സ് കേളേഴ്സിന് പലരും അടിക്കുന്നില്ല എന്നൊക്കെ പറയുന്നില്ല. അത് എന്തുകൊണ്ടാണ് കാണിച്ചത്. ബ്ലിറ്റ്സ് കേളർ റിമാക്കി ആദ്യം വരുന്ന ഡെൽപിയറിൻ്റെ കാർഡാണ് മനസ്സിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ പറയും പോലെ 90 ആക്കാൻ പറ്റുന്ന സ്റ്റാറ്റ്സൊക്കെ, ഈസിലി 90 ആക്കാൻ പറ്റുന്ന സ്റ്റാറ്റ്സൊക്കെ 90 ആക്കുക. അതുപോലെ എല്ലാ പ്ലെയർ കാർഡ്സിനോട് പറയുന്നത് പക്ഷേ റെഡ് സ്റ്റാറ്റ്സ് ആണുള്ളത് വെച്ചാൽ 68 ഒക്കെ എന്തായിരിക്കും നിൽക്കുക. അത് 2 പോയിൻറ്റ്സ് കുറച്ച് പോയിൻറ്റ്സ് കൊടുത്തിട്ട് അപ്ഗ്രേഡ് ആക്കാൻ പറ്റുക, അപ്ഗ്രേഡ് ആക്കുക. ഇപ്പോൾ 68 നിൽക്കുന്നത് 70 ആക്കുക. അപ്പോൾ ഒരു മഞ്ഞ സ്റ്റാറ്റിലേക്ക് അത് പോകും. അത് ഇൻ ഗെയിം നല്ല രീതിക്ക് ഇൻഫ്ലുവൻസ് ആവുകയും ചെയ്യും. നിങ്ങൾ കാണാൻ പറ്റും അത്. അപ്പോൾ ഞാൻ പറയും പോലെ ഈ ബ്ലിറ്റ്സ് കളേഴ്സൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് 95 കേള്, 95 ഫിനിഷിങ്, 95 കിക്കുമ്പോൾ രീതിക്ക് പോയാലാണ് അത്യാവശ്യം നല്ല രീതിക്ക് കൺവേർട്ട് ആയി ഇപ്പോഴത്തെ ഗെയിം പ്ലേയിൽ. ഇത് 3 ഫാക്ടേഴ്സ് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ബ്ലിറ്റ്സ് കളേഴ്സ് മര്യാദയ്ക്ക് അടിക്കാൻ പറ്റും ഇപ്പോഴത്തെ ഒരു ഗെയിം പ്ലേ. കാരണം നെർഫ്ഡാണ് ബ്ലിറ്റ്സ് കളേഴ്സ്, പണ്ടത്തെ പോലത്തെ അത്ര പവർഫുൾ അല്ല. അപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. ഈ ബ്ലിറ്റ്സ് കാർഡിൻ്റെ സ്റ്റാറ്റ്സ് നോക്കുക നിങ്ങൾ. ബാക്കി ഓരോ പ്രൊഫഷൻ പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു, അത് എവിടെയാണ് കൊടുത്തത്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ആദ്യം ചെയ്തിട്ട് മാത്രം കൊടുക്കുക. അപ്പം സ്റ്റാറ്റ്സ് കണ്ടോ നിങ്ങൾ, ഫുള്ള് നീല സ്റ്റാറ്റ്സാണ്, ബാക്കിയുള്ള മഞ്ഞ്. ഈ രീതിക്കാണ് ഈ ഒരു കാർഡ് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്താൽ കിട്ടാൻ പോകുന്നത്. 107, 106 ഉള്ളതാണ്. പക്ഷേ സ്റ്റാറ്റ്സ് നോക്കുക, ഇൻ ഗെയിം പെർഫോമൻസ് നോക്കുക, കിടിലായിരിക്കും. എന്ത് നോക്കുമ്പോൾ ഓട്ടോ ലൊക്കേഷൻ നോക്കും. ഓട്ടോ ലൊക്കേഷൻ ഒരിക്കലും കൊടുക്കരുത് ഞാൻ പറയുള്ളൂ. ചില പ്ലേയേഴ്സ് ഉണ്ടാവും, പക്ഷേ അവർക്ക് എപ്പോഴും വർക്കാവണമെന്നില്ല. എന്നെ ജസ്റ്റ് ഒരു ഗോൾ കീപ്പർ കാർഡും കൂടെ നോക്കിയിട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ 98 അത്യാവശ്യം നല്ല രീതിക്ക് ചെക്കാണ് കേട്ടോ. ഇത് ചെക്കിൻ്റെ കാർഡാണ്. അപ്പോൾ നല്ല രീതിക്ക് തന്നെയാണ് ഇത് പോകുന്നത്. അപ്പം നമുക്കിവിടെ ബൂസ്റ്റേഴ്സൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. ടൈപ്പിൽ ഞാൻ പറയാൻ പറ്റുമോ.
അപ്പോൾ ബൂസ്റ്റർ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ റീച്ചും റിഫ്ലക്സാണ് ഏറ്റവും കൂടുതൽ ഒരു ഗോൾ കീപ്പറിന് വേണ്ടത്. രണ്ടും 99 ആക്കാൻ പറ്റും നോക്കുക. പിന്നെ നമ്മുടെ ക്യാച്ചിങ് 90 ആയപ്പോൾ കൊടുക്കുക. അതിൻ്റെ കൂടെ പാരിങ് 95 ആക്കാൻ പറ്റും നല്ലതാണ്. അപ്പോൾ അവയർനെസ് 98 ലെവലിൽ കൊടുത്തു. ബാക്കിയുള്ള പ്രാവശ്യം ജമ്പിങ്ങിൻ്റെയാണ്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യും, ജമ്പിങ്ങിന് ഇട്ട് കൊടുത്തു. അപ്പോൾ അത്യാവശ്യം 106 റേറ്റിംഗ് പോവുകയും ചെയ്യും, ബെറ്റർ പെർഫോമൻസ് ആവുകയും ചെയ്യും. അതാണ് പറഞ്ഞത്. ഈ രീതിക്കാണ് നിങ്ങൾ ഓരോ പ്ലെയറിനെയും കസ്റ്റമൈസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ആപ്പിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് പ്രൊഫഷൻ്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പ്രൊമോഷൻ പോലെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഈ ആപ്പ് അറിയില്ലെങ്കിൽ യൂസ് ചെയ്ത് നോക്കുക. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്പാണ് പ്രൊഫഷൻ സെറ്റ് ചെയ്യുമ്പോൾ. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് CBയിൽ 109, 110 പോകണ തുറാമ് മാൾഡീനി രീതിക്ക്. അതെന്തുകൊണ്ടറിയോ, ഇവിടെ നമുക്ക് ഓരോ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ പറ്റും. അതായത് CBയിൽ ട്രെയിൻ ചെയ്യണോ, DMF ട്രെയിൻ ചെയ്യണോ എന്ന രീതിക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ, പൊസിഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഓട്ടോ ഒരു പ്രോഗ്രഷനായിട്ട് നമുക്ക് 109 CB എന്ന രീതിക്ക് കാണാൻ പറ്റും. അതെന്തുകൊണ്ടാണ് ഇപ്പോൾ കാണിച്ചത്, നമ്മൾ റിയോ ഫെർഡിനാൻഡ് ഒരു ടോപ്പ് CB ആണല്ലോ നമ്മുടെ. പുള്ളിയായിട്ട് കമ്പാരിസൺ ചെയ്ത് കാണിച്ചുതരാം. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബോൾ കൺട്രോൾ, ഡ്രിബിളിങ് ഇങ്ങനെ കാര്യങ്ങൾ നോക്കുക. ലെഫ്റ്റ് ബാക്ക് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്, ഫുൾ ബാക്ക് ആയതുകൊണ്ട് തന്നെ മാൾഡീനിക്ക് അത് കൂടുതലാണ്. അതുപോലെ ലോ പാസ്, ലോഫ്റ്റ് പാസ് നോക്കുക 80 എബോവ് സംഭവം മാൾഡീനിക്കുണ്ട്. ഇതൊക്കെ റെഡ് മഞ്ഞ രീതിക്കാണ് ആർക്ക് കിടക്കുന്നത്, റിയോ ഫെർഡിനാൻഡ് എടുക്കുന്നത്. പ്ലസ് നിങ്ങൾ നോക്കുക, ഒരു ഡിഫൻഡറിന് ഒരു CBക്ക് വേണ്ട എന്തൊക്കെ സ്റ്റാറ്റ്സാണോ ബ്ലൂ ഉള്ളത് അതൊക്കെ ഈ മാൾഡീനിക്കും ഉണ്ട്. ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റ് ആയിക്കോട്ടെ അതും ഉണ്ട്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കുക. എല്ലാ സ്റ്റാറ്റ്സും CBക്ക് വേണ്ട സ്റ്റാറ്റ്സും ഓൾറെഡി ഒരു ഡിഫൻസ് ഫുൾ ബാക്ക് അല്ലെങ്കിൽ ഫുൾ ബാക്സിന് ഉണ്ടായും. പ്ലസ് ബോൾ കൺട്രോള്, അതുപോലെ ഡ്രിബിളിങ് സ്റ്റാറ്റ്സ്, പാസിങ് സ്റ്റാറ്റ്സ് ഇതും കൂടെ എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇത് ഇൻ ഗെയിമിൽ വരുന്നില്ല വെച്ചാൽ ഇവിടെ പൊസിഷൻ നാച്ചുറലി LBയാണ്. അപ്പോൾ LBയിൽ മാക്സിമം പോണ കാര്യങ്ങൾ മാത്രമേ കാണിക്കാൻ പറ്റൂ. ഇപ്പോൾ 106 റേറ്റിംഗ് മാക്സിമം മാൾഡീനിക്ക് പോകും ഇൻ ഗെയിമിൽ. പക്ഷേ ഒരു പൊസിഷൻ ബ്രേക്കറൊക്കെ ഉണ്ടെങ്കിൽ CBയിൽ ഇട്ടാൽ 150 കാണിക്കും. പണ്ടത്തെ ഗെയിം ഓർമ്മയുണ്ട്. അതായത് ഒരു 99 റേറ്റിംഗ് നമ്മുടെ LWF ക്രിസ്ത്യാനോ ഉണ്ടായിരുന്നു. പുള്ളീനെ യുവൻ്റസ് കാർഡ് അത് പുള്ളീനെ എടുത്ത് CFൽ ഇട്ടാൽ 101 റേറ്റിംഗ് പോകുമായിരുന്നു ആ ഗെയിമിൽ. അതിങ്ങനത്തെ ഒരു ഡീറ്റെയിലിംഗ് കാരണമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഡിഫെൻസീവ് സ്റ്റാറ്റ്സ് ഓൾറെഡി ഒരു ഫുൾ ബാക്കിനുണ്ട്. പ്ലസ് ഒരു ലെഫ്റ്റ് ബാക്കിനുള്ള സ്റ്റാറ്റ്സ്, സ്പീഡ് ആയിക്കോട്ടെ, ആക്സലറേഷൻ ആയിക്കോട്ടെ, അതുപോലെ ഡ്രിബിൾ സ്റ്റാറ്റ്സ്, പാസിങ് സ്റ്റാറ്റ്സ് ഒക്കെ എക്സ്ട്രാ ഇവിടെ വരുന്നതുകൊണ്ടാണ് ഈ ഇൻ ഗെയിം റേറ്റിംഗ് കാണിക്കാതെ പെർഫോമൻസ് റേറ്റിംഗ് 109 കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ട്രെയിൻ ചെയ്യുമ്പോൾ 103 റേറ്റിംഗ്, 104 റേറ്റിംഗ് ഒക്കെ മാക്സിമം കിട്ടും. പക്ഷേ ഇത്രയും എന്താ പറയുക, പ്രോഗ്രഷൻ അപ്പായിട്ട്, ഇത്രയും സ്റ്റാറ്റ്സ് അപ്പായിട്ട് പെർഫോമൻസ് ലെവൽ ആ ലെവലിൽ പോകും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അതിൽ കൺഫ്യൂഷൻ മാറുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഒരു പ്ലെയറിൻ്റെ ഒരു ബിൽഡ് എങ്ങനെയാണ് മനസ്സിലാക്കുക. സ്ട്രോങ് പ്ലേയേഴ്സ് ആണെങ്കിലും, ഇപ്പോൾ സ്പീഡിലുള്ള പ്ലേയേഴ്സ് ആണെങ്കിലും, വിങ്ങർ ആണെങ്കിലും, ഒരു മിഡ്ഫീൽഡർ ആണെങ്കിലും അവരുടെ ബിൽഡ് എങ്ങനെ മനസ്സിലാക്കുക. അവരെ ബിൽഡ് മനസ്സിലാക്കി, ഡൈനാമിക്സ് മനസ്സിലാക്കി ഈ ഒരു ആപ്പിൻ്റെ ഉപയോഗം നല്ലതായിരിക്കും ഈ ഒരു പ്ലെയർ ബിൽഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഓരോ പ്രോഗ്രഷൻസ് നിങ്ങൾ ട്രൈ ചെയ്യുക. ഒരു 2 മാച്ച് 3 മാച്ച് ആ പ്രോഗ്രഷൻ വെച്ച് കളിച്ച് നോക്കുക. ബെസ്റ്റ് റിസൾട്ട് ഉണ്ടോ നോക്കുക. എന്നിട്ട് ഇല്ലെങ്കിൽ പ്രോഗ്രഷനുകൾ മാറ്റുക. ഇപ്പോൾ യൂട്യൂബേഴ്സിൻ്റെ അല്ലെങ്കിൽ അവർ തരുന്ന പ്രോഗ്രഷൻ വെച്ച് കളിക്കാതിരിക്കുക. പക്ഷേ കളിച്ചിട്ട് റിസൾട്ട് കിട്ടില്ലെങ്കിൽ അത് മാറ്റുക. നിങ്ങൾ സ്വന്തമായിട്ട് മാറ്റുക. നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള പ്രോഗ്രഷനാണ് ഏറ്റവും ബെസ്റ്റ്. അത് കണ്ടുപിടിക്കാൻ ഒരു സമയം എടുക്കും ഉള്ളതാണ്. ഞാൻ മെസ്സിനൊക്കെ കുറേ കളിപ്പിച്ചിട്ട് ശേഷമാണ് എനിക്ക് ഒരു ഇഷ്ടപ്പെട്ട പ്രോഗ്രഷൻ കിട്ടിയത്. അതുപോലെ ഒബാമയങ് ബാറ്റോ കളിപ്പിച്ചപ്പോൾ എനിക്ക് ഒരിക്കലും മാച്ച് ആവുന്നില്ലായിരുന്നു. അപ്പോൾ ഒബാമയങ് കുറേ കഴിഞ്ഞിട്ടാണ് ഇങ്ങനത്തെ പ്രൊഫഷനിലേക്ക് എത്തിയത്, നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ നോക്കുക. ജസ്റ്റ് പെട്ടെന്ന് പറയാം. ഒന്നാമത് പ്ലെയറിനെ മനസ്സിലാക്കുക. രണ്ടാമത് പ്രോഗ്രഷൻസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. മൂന്നാമത് എന്ത് ചെയ്യാം, നിങ്ങൾ 3 മാച്ചെങ്കിലും മിനിമം ഒരു പ്ലെയറിനെ വെച്ച് കളിപ്പിച്ച് നോക്കുക. ബെസ്റ്റ് പ്രോഗ്രഷന് വേണ്ടിയിട്ട് മാക്സിമം മാച്ചസ് കളിപ്പിച്ച് നോക്കുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഒരു പ്ലെയറിൻ്റെ ബെസ്റ്റ് പ്രോഗ്രഷൻ ഏതാണെന്നും എങ്ങനെ ആ പ്ലെയറെ കളിപ്പിക്കണമെന്ന്, എങ്ങനെ മൂവ്മെൻറ്റ് എന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ. സോ ഗൈസ്, ബൈ.